കഴിഞ്ഞപ്പോൾ ഏഴാറ്റുമുഖം പോകാമെന്ന് വിചാരിക്കണം. അപ്പം നമ്മുടെ ഏഴാറ്റുമുഖം ഓപ്പൺ ആക്കി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വഴിയൊക്കെ ഒന്ന് കാണാം. കൊറോണയായിട്ട് വീട്ടിലിരുന്ന് പിള്ളേർ മുഷിഞ്ഞു. അതുകൊണ്ടാണ് ഏഴാറ്റുമുഖം പോകാമെന്ന് വിചാരിച്ചത്. നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ പാലിശ്ശേരിയാണ്, കറുകുറ്റി പാലിശ്ശേരി. അവിടുന്ന് ഒരു 7 കിലോമീറ്ററാണ് ഏഴാറ്റുമുഖത്തേക്കുള്ളൂ. ഏഴാറ്റുമുഖം എന്ന് പറയുന്നത് പ്രകൃതി ഗ്രാമം എന്നാണ് ശരിക്കും പറയണത്. പണ്ടേ മുതൽ ഏഴാറ്റുമുഖം എന്ന് പറഞ്ഞാണ് ഞാൻ ഏഴാറ്റുമുഖം എന്ന് പറയണേ. അവിടേക്ക് പോണ റൂട്ടാണ് ഈ കാണുന്നത്. നിറച്ച് ഭംഗിയുള്ള മരങ്ങളും കൂടുതലും പനയാണ് ഞങ്ങൾ പോണ വഴിക്കുള്ള പനകളൊക്കെ ആയിട്ടും കുഞ്ഞു കാടൊക്കെ ആയിട്ട് ഇടയ്ക്കൊക്കെ ചെറിയൊരു അരുവി പോലെയൊക്കെയുള്ള സ്ഥലം കാണാം നമുക്ക്. ഇതാണ് ആ പോണ വഴി. ഏഴാറ്റുമുഖം ഓപ്പണാക്കി ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യണത്. നമ്മൾ ഏഴാറ്റുമുഖത്തോ എവിടെ പോയാലും നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി തന്നെയാണ് പോകാൻ പാടുള്ളൂ. വിചാരിച്ചു കൊറോണയൊക്കെ ആയിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് പോയ പിള്ളേരെയും കൊണ്ട്. ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ നമ്മൾ പോവില്ലായിരുന്നു. പക്ഷെ വഴിയിൽ തന്നെ നോക്കിയിട്ട് ഇഷ്ടംമാതിരി കാറുകളാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏഴാറ്റുമുഖത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ക്യൂ. അകത്ത് കയറാൻ വേണ്ടി ടെമ്പറേച്ചർ നോക്കലും നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി വയ്ക്കേണ്ട വലിയൊരു ക്യൂ ആണ്. അതായത് നിറച്ച ആൾക്കാർ. ഈ ഏഴാറ്റുമുഖം കഴിഞ്ഞ വീക്കാണ് ഓപ്പൺ ആക്കിയുള്ളൂ. ഓപ്പൺ ആക്കിയപ്പോഴേക്കും എല്ലാവരും വീട്ടിലിരുന്ന് മുഷിഞ്ഞു. എല്ലാവരും ഫാമിലി ആയിട്ട് വന്നേക്കാണ്. ഇതാ തുമ്പി നമ്മളവിടെ കയറി. ഇതേ തുമ്പിയും പീലുണ്ണിയും മോനിൻ്റെ കൂടെ പോണതാണ്. തുമ്പിക്ക് ബാഗിൽ ഡ്രസ്സും സാധനങ്ങളാണ്. കുളിക്കാൻ സെറ്റായിട്ടാണ് തുമ്പി വന്നേണത്. അതുകൊണ്ട് ബാഗൊക്കെ ഇട്ടുകൊണ്ട് തുമ്പിക്ക് എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാണ് പോണത്. ഏഴാറ്റുമുഖത്ത് ഹൈലൈറ്റ് ആയിട്ടുള്ള തൂക്കുപാലമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറിയില്ല. കാരണം അവിടെ ഭയങ്കര വെയിലായിരുന്നു. നമ്മളൊരു 12 മണി 1 മണി സമയത്താണ് അവിടെ കുളിക്കാൻ ഇറങ്ങിയാണ്. അപ്പോൾ കട്ട വെയിലായിരുന്നു. അപ്പോൾ ഈ വെയിലത്ത് ഇവരെയും കൊണ്ട് അതിക്കൂടെ ആ പാലത്തേക്കൂടെ നടന്ന് ഇവർക്ക് അത്ര രസം ഉണ്ടാവില്ല. ഇവർക്ക് ആ വെള്ളത്തിൽ കുളിക്കണം, അത് തന്നെയാണ് ഇവർക്കുടെ ആഗ്രഹം. അതുകൊണ്ട് കുറേ നേരം ഞങ്ങൾ വെള്ളത്തിൽ കിടക്കുകയാണ് ചെയ്തത്. അവിടെ നിന്ന് കളിക്കുകയും കുളിക്കുകയും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് നേരം നിൽക്കുക ചെയ്തത്. പക്ഷേ വീഡിയോ കുറച്ച് സമയമുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതിപ്പോൾ സിഷോയി എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് ബാഗിൽ വെച്ചിട്ടാണ് വെള്ളത്തിൽ ഇറങ്ങിയത്. ഇവിടുത്തെ വെള്ളം ചാടുന്നതുണ്ട്. അതിൽ കൂടെ ശരിക്കും പണ്ടൊക്കെ നമ്മൾ നടന്നു പോകായിരുന്നു. ആ വെള്ളം വീഴണ ആ റൂട്ടിൽ കൂടെ നടന്നു പോകാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ നടത്താൻ സമ്മതിക്കില്ല എന്ന് തോന്നുന്നു. ആ സ്റ്റെപ്പ് ഇറങ്ങി പോകാനാണ് പറ്റുള്ളൂ. എൻ്റെ ഫ്രണ്ടാണ്. അവർ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിന് വന്നേണതാ. അവർ വിളിക്കട്ടെ. അതേ പ്രിയങ്ക. നല്ല കട്ട വെയിലാണ്. അപ്പം നിറച്ച ആൾക്കാരില്ലാത്ത സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ ഇച്ചിരി വെള്ളത്തിൽ വെച്ചപ്പോഴും കാട്ടുന്നുണ്ട. നനയ്ക്കല്ലേ തുമ്പി? അച്ചാപ്പി നീ എവിടെ വന്നേണ്? അച്ചാപ്പി എവിടെ വന്നേണ്? ഇത് എവിടെയാണ്? ഇവിടെ മുമ്പത്തിൽ കളിച്ചാനാ? നനയ്ക്കില്ലേ? ഏഴാറ്റുമുഖത്ത് കൊച്ചുങ്ങളായിട്ട് പോകുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. കാരണം ഒട്ടും ആഴമില്ലാത്ത വെള്ളമുണ്ട്, ആഴമുള്ള വെള്ളമുണ്ട്. നമ്മുടെ പാറയുടെ ഇടുക്കുകളുണ്ട്. ഗ്യാപ്പുകളിൽ നമ്മുടെ കാലിറങ്ങി പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചുങ്ങളെയും കൊണ്ട് ആകുമ്പോൾ അവർക്ക് വെള്ളം കാണുമ്പോൾ ഒന്നുമില്ല, ഓടി നടക്കും അങ്ങോട്ട്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ ഒട്ടും ആഴമില്ലാത്ത സ്ഥലം, അല്ലെങ്കിൽ ഒന്ന് കൈവിട്ട് പോയാൽ ഒഴുകി പോകാൻ പറ്റാത്ത അത്ര സേഫായിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഞാൻ ഒരുപാട് വീഡിയോകൾ എടുത്തിട്ടില്ല. കാരണം ഞാനും സിഷോയും മാത്രമാണ് ഉണ്ടായുള്ളൂ. 2 കുട്ടികളും ഉണ്ടായില്ലോ. അപ്പോൾ നമ്മൾ അവരെ പിടിക്കണം. വീഡിയോ എടുത്തുകൊണ്ട് ഇന്ന് എന്തെങ്കിലും അപകടം വരുത്തി വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അവരെ പിടിക്കണം. അതുകൊണ്ട് ഇടയ്ക്ക് 1-2 വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. ഏഴാറ്റുമുഖത്ത് പോയിട്ട് നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിള്ളേർക്ക് വെള്ളം കണ്ടു കഴിഞ്ഞപ്പോൾ പറയണം. ആ വെള്ളം എന്ന് വെച്ചാൽ എന്താണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളം പോലെ നല്ല ഐസ് വാട്ടറായിരുന്നു. നല്ല പൊരി വെയിലുമായിരുന്നു. അതുപോലെ തന്നെ പൊരി വെയിലായതുകൊണ്ട് പക്ഷെ നമുക്ക് ആ വെള്ളത്തിൻ്റെ തണുപ്പും കുളിയും കൊണ്ട് ആ വെയിലിൻ്റെ തീവ്രത അത്ര മനസ്സിലാവുണ്ടായില്ല. അപ്പം ഞങ്ങൾ അവരെ ഒരു പാറയുള്ള അധികം താഴ്ചയില്ലാത്ത സ്ഥലം, അതായത് ഒഴുകിയൊന്നും പോകാൻ പറ്റാത്തൊരു സ്ഥലത്ത് കൊണ്ടാണ് ഞങ്ങൾ ഇരിക്കണേ. അധികം ആൾക്കാരും ഇല്ലാത്ത ഏരിയ നോക്കിയാണ് ഞങ്ങൾ അവിടെ വന്നിരുന്ന് കുളിച്ചേട്ടാ. അവർ എന്നിട്ടും ബഹളം വെച്ച് പീലുണ്ണി എന്നെ വീട്, ഞാൻ നടന്നു പോട്ടെ, ഞാൻ ചാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാണ് പീലുണ്ണി കിടന്ന് കാട്ടണത്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കുളിച്ചും തിമിർത്തൊക്കെ കഴിഞ്ഞ് അവരെന്തേതാ കയറണ്ടായില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നത്. ഭക്ഷണം കഴിക്കാൻ പോയത്.
ഞങ്ങളിതേ കുളിയൊക്കെ കഴിഞ്ഞു ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വന്നേ ബീഫും കപ്പയും ചോറൊക്കെ ആയിട്ടാണ് വന്നേ. അപ്പോൾ ഇതേ നമ്മുടെ ഹണിമൂൺ കപ്പിളിനെ കണ്ടായിരുന്നു. അവർ ഫോട്ടോഷൂട്ടിന് വന്നത് പ്രിയങ്കയാണ്. സഹുഷ് ഇപ്പം തന്നെ വരും. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ ഒരു സ്ഥലത്ത് ഇരുന്ന് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക. ഇനി തുമ്പി എങ്ങനെയുണ്ട് ഭക്ഷണം? എൻ്റെ എല്ലാ ഭക്ഷണത്തിനും തുമ്പ അങ്ങനെ തന്നെ അറിയുള്ളൂ. തുമ്പിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തുമ്പി അങ്ങനെ അറിയും. ബീഫ് കപ്പ ചോറ് ഞാൻ നല്ല ഇല വാട്ടിയ ഇലയില് ബീഫൊക്കെ പൊതിഞ്ഞു കൊണ്ടുവന്നാണ്. മോനിരുന്ന് കഴിക്കണോ? മോനിനോട് ചോദിക്കാൻ എങ്ങനെയുണ്ടെന്ന്. ഞാൻ മൂച്ചിക്ക് വെച്ചില്ലത്. മോനും എങ്ങനെയുണ്ട്? അച്ചാപ്പു എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കപ്പ നല്ലതാണാ? കുളിച്ച അച്ചാപ്പി? അച്ചാപ്പി കുളിച്ച മുമ്പത്തില്ലേ? എങ്ങനെയുണ്ട് പ്രിയങ്ക? ഓണം കല്യാണമായിരുന്നു. അത് കഴിഞ്ഞ് അവർ ഫോട്ടോഷൂട്ടിന് വന്നതാണ്. അവർക്കൊരു കസിനും ഫോട്ടോഗ്രാഫറും ഉണ്ടായി. ഫോട്ടോയിൽ ഇതാണ് സഹുഷ്. ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരാണ്. അടുത്ത വീഡിയോയുമായി ഇനിയും കാണുന്നത് വരെയായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.